ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹപൂർവ്വം ഷാമാന സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് തന്നെ കാണിക്കുന്നത് നമ്മുടെ വരുണിനെയാണ്. വരുണിങ്ങനെ ഓർഫനേജിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴാണ് അതിന് സിസ്റ്റർ ഇങ്ങനെ വരുന്നത്. വരുമോന് വന്നോ, മദർ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഞാൻ മദറിനെ കാണാൻ വന്ന. മദർ അകത്തില്ലെന്ന് ചോദിക്കുമ്പോൾ മദർ അകത്തുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ വരുണിങ്ങനെ കുറച്ച് സ്വീറ്റ്സ് ഇങ്ങനെ അതിനോട് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിലെല്ലാം കുട്ടികൾക്കൊന്നും കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ അതിന് പറയുന്നുണ്ട്, ശരി വരുമാനം എന്ന് പറഞ്ഞാൽ അത് മേടിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മദർ ഇങ്ങനെ എന്തോ രജിസ്റ്ററിൽ എന്തോ എഴുതുന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോൾ വരുൺ പറയുന്നുണ്ട്, വരുൺ കയറി വാ അങ്ങനെ പറയുമ്പോൾ വരുണിങ്ങനെ അവിടെ ചെന്നിരിക്കുന്നുണ്ട്. അല്ല, സത്യത്തിൽ ഞാനിപ്പോൾ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണെന്ന് ഇങ്ങനെ വരുൺ പറയുമ്പോൾ മദർ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ കാര്യം? അപ്പോൾ വരുൺ പറയുന്നുണ്ട്, എനിക്കൊരാളെ ഇഷ്ടമാണ്, ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ആഗ്രഹമൊന്ന് നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം എന്നിങ്ങനെ മദറിനോട് വരുൺ പറയുമ്പോൾ മദർ പറയുന്നുണ്ട്, അത് വരുൺ പറയാതെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തായാലും വരുന്നുണ്ടാവും, എന്തായാലും ഇന്ന് പ്രത്യേകം ഉണ്ടാവും എന്ന് കൂട്ടിക്കോ. വരുണിന് അറിയിക്കാത്തതൊന്നും വരുൺ ഒരിക്കലും ആഗ്രഹിക്കില്ല, ഞങ്ങൾക്കറിയാം. വരുണിന് ഇഷ്ടപ്പെട്ട ആളെ വരുണിന് തന്നെ കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ ഓർഫനേജിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, വരുണിനെ പോലെ തന്നെ. അതാരാന്നിങ്ങനെ വരുൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മദർ പറയുന്നുണ്ട്, സത്യത്തിൽ ആളുകൾക്ക് പരിഹസിക്കാൻ പലതുമായിരിക്കും, പക്ഷെ ആരും കാണാതെയും കേൾക്കാതെയും എന്തായാലും ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ അത് ഇവിടുത്തെ ഒരു വലിയ സെലിബ്രിറ്റിയാണ്. വരുണിനൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ഷാമ ഇവിടെ ഇരിക്കുക. വരുണിന് എന്തായാലും ഞാൻ ഷാമടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ രജിസ്റ്ററിൻ്റെ ശരിയാക്കുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ പോയിട്ട് വരുണിനോട് പുറത്തിരിക്കും, ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ പറയുമ്പോൾ വരും ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ കളിക്കുന്നത് ഷാമിയാണ്. ഷാമി ഇങ്ങനെ ഷാമയുടെ പിയോണുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കുട്ടികൾക്കൊക്കെ ഷാമ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ചെറിയൊരു പെൺകുട്ടി ഷാമ ഇങ്ങനെ എടുത്ത് അതിൽ തന്നെ ഇങ്ങനെ നോക്കി അതിനിങ്ങനെ കൊഞ്ചിച്ച് നിൽക്കുന്ന സമയത്ത് പിയോൺ പറയുന്നുണ്ട്, ഷാമയുടെ നമുക്ക് പോകാനുള്ള സമയമായി എന്നിങ്ങനെ പറയുമ്പോൾ ഷാമ പറയുന്നുണ്ട്, ശരിയാ, പക്ഷേ ഇവരുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഇവരെ വിട്ട് പോകാനേ തോന്നുന്നില്ല, എന്നും ഇവിടെ വന്നിട്ടായിരിക്കാം നിങ്ങൾ ഷാമ പറയുന്ന സമയത്ത് ഒരു ചെറിയൊരു ആൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, ഷാമ മാഡം എനിക്കൊരു കീബോർഡ് വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ഇത്രയും വലിയ ഗിഫ്റ്റാണ് ഷാമ മാഡത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഷാമ പറയുന്നുണ്ട്, അത് സാരമില്ല, എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാനിരുന്നില്ല, അവൻ ചോദിച്ചാൽ എല്ലാവരും തീർച്ചയായും ഞാൻ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ ഷാമ പറയുന്നുണ്ട്. പിന്നെ വരുൺ അതിൽ ഇങ്ങനെ ഷാമി ഇങ്ങനെ വരുൺ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഷാമി ഇങ്ങനെ കാറിലോട്ട് കയറാൻ പോകുന്ന സമയത്ത് വരുണിങ്ങനെ ഷാമയെ കാണുന്നുണ്ട്. അപ്പോൾ വരുണിങ്ങനെ ആകെ ഞെട്ടി രാധിക ഇങ്ങനെ അത് ഇങ്ങനെ ആകെ ഞെട്ടി ഇങ്ങനെ ഷാമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഷാമ കാറിൽ കയറി പോകുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അതല്ലേ ഷാമ മാഡം എന്ന് സിസ്റ്ററോട് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അതാണ് ഷാമ മാഡം, ഞാൻ ഇപ്പോൾ വരാം, എനിക്കൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് വരുൺ ഷാമയുടെ പിന്നാലെ വിടുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, എന്താ മോനെന്ന് ചോദിക്കുമ്പോൾ വരുൺ അതൊന്നും മറുപടി പറയാതെ ഷാമയുടെ പിന്നാലെ കാറെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വരുൺ ഇങ്ങനെ ഷാമയെ ഫോളോ ചെയ്ത് ഷാമയുടെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ അത് കയറി ഇങ്ങനെ മറ്റേ പിയോൺ ഇങ്ങനെ വാതിലെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് പിന്നാലെ തന്നെ വരുൺ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. കുറച്ച് നേരം വരുൺ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഐശ്വര്യ വന്നിട്ട് വാതിലോട് ചോദിക്കുന്നുണ്ട്, ആരാ? ഞാൻ വരുണ, ഷാമ മാഡം ഇല്ല, എനിക്ക് ഷാമ മാഡത്തിനൊന്ന് കാണണമായിരുന്നു. അപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്? അത് പിന്നെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, അപ്പോയിൻമെൻറ്റ് എടുക്കാതെ ആർക്കും ഇവിടെ ഷാമയെ കാണാനും സംസാരിക്കാനും പറ്റില്ല എന്നങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, സോറി മാം, കുറച്ച് അത്യാവശ്യം, പ്ലീസ് എനിക്ക് സംസാരിക്കണം എനിക്കിങ്ങനെ പറയുമ്പോൾ മാം എനിക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ട്, ഒരു 10 മിനിറ്റ് പ്ലീസ്, എനിക്ക് ഷാമ മാഡത്തിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ പോയേക്കാമെന്നിങ്ങനെ വരുൺ കെഞ്ചി പറഞ്ഞിട്ട് ഐശ്വര്യ ഒരു പൊടിക്കും സമ്മതിക്കുന്നില്ല. പറ്റില്ല, അല്ല ഇനി അത്രയ്ക്ക് വലിയ കാര്യമാണെങ്കിൽ എന്നോട് പറയും, ഷാമയുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്, താൻ പറഞ്ഞിരുന്നത് അത്ര അത്യാവശ്യമാണ്, ഞാൻ ഷാമയെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഷാമയോട് പിന്നീട് പറയാം, ഞാനിപ്പോൾ എന്നോട് പറയാം, എന്താ കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് പിന്നെ ഒരു കുട്ടിയുണ്ട് രാധിക എന്ന് പറഞ്ഞ്, എനിക്കറിയാവുന്ന കുട്ടി, ആ കുട്ടി അനാഥയാണ്, അച്ഛനമ്മയൊന്നുമില്ല, അപ്പോൾ ആ കുട്ടിയെപ്പോലെ തന്നെയുണ്ട് ഷാമ മാഡം എന്നിങ്ങനെ പറയുമ്പോൾ ഐശ്വര്യ ഇങ്ങനെ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കറക്റ്റ് അത് തന്നെ, സത്യത്തിൽ ഷാമ മാഡത്തിൻ്റെ മക്കളാണ് രാധിക എന്നും എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. സത്യത്തിൽ അത്രയും ശരിക്കും രണ്ടുപേരെ കണ്ട് തിരിച്ചറിയില്ല. ഞാൻ ഷാമ മാഡത്തെ കണ്ടിട്ട് രാധികയാണെന്ന് അവർ ചിന്തിച്ചു പോയി, അത്രയും മുഖസാമ്യം ഉണ്ടാവരുതെന്ന് വരുൺ ഇങ്ങനെ പറയുമ്പോൾ ഐശ്വര്യ കുറച്ച് നേരം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്താ കുട്ടിയുടെ പേര് ഒന്നും കൊണ്ട് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, രാധിക എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് ഐശ്വര്യ കുറച്ച് നേരം ഇങ്ങനെ ഞെട്ടി നിന്നിട്ട് പറയുന്നുണ്ട്,
എന്താണ് എന്തൊക്കെയായി പറയുന്നത്, ശ്യാമയ്ക്ക് അങ്ങനെ ഒരു മക്കളേ ഇല്ല, ഇത്രയും കാലമേ ശ്യാമയെ കാണുന്നതല്ലേ, ശ്യാമയ്ക്ക് ഇങ്ങനെ ആരുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയെ കണ്ടതാണ്, നിങ്ങൾക്ക് ഒന്ന് ശ്യാമയോടൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളൊന്ന് ആ കുട്ടിയെ പോയി കണ്ടു നോക്കുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് ഇതാക്കല്ലേ, ഇതൊന്നും ശ്യാമയോട് പറയല്ലേ, സത്യത്തിൽ ഞങ്ങൾക്ക് ശ്യാമയെ ഒന്നും കൂടി കാണുന്നുണ്ട്, നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ പാട്ടും ഇതും നന്നായി നടക്കുന്ന ഒരാളല്ല ശ്യാമ ഇപ്പോൾ വലിയൊരു അസുഖം രോഗത്തിന് ബാധ്യതയാണ്. കുറേ നാളായി അവൾ ആ രോഗത്തിന് കീഴടങ്ങിയിട്ട്, അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി മുക്കാലും പ്രോഗ്രാമിനൊന്നും അവളിപ്പോൾ പോകാറുമില്ല. ഇപ്പോൾ താനും ചെന്ന് രാധികയോട് പറഞ്ഞാൽ അത് ചിന്തിച്ച് അതിൽ കാട് കയറി, ശ്യാമയോട് പറഞ്ഞാൽ അതിൽ ചിന്തിച്ച് കാട് കയറി, ശ്യാമയുടെ മൈൻഡ് ആകെ ഡിപ്രസ്ഡാകും. പിന്നെ അസുഖം ഒന്നും കൂടി കൂടും. ഇനി കായിക ലോകത്തിന് ഇങ്ങനെ ശ്യാമയെ മിസ്സാവുന്നത് വലിയൊരു നഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ വരുണിനോട് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, സോറി അതൊന്നും എനിക്കറിയില്ലായിരുന്നു, എനിവേ ഞാനിപ്പോൾ പോവാം, ഞാനൊരിക്കലും ഞാനിതൊരിക്കലും ശ്യാമേടത്തിന് പറയില്ല എന്നിങ്ങനെ വരുൺ പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഐശ്വര്യ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും വരുൺ എത്തേണ്ട ആളടുത്ത് തന്നെ എത്തിയേക്കുന്നത്, ഇനി ഒരിക്കലും ശ്യാമയെ ഇതറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധികയാണ്. രാധിക ഇങ്ങനെ യശോദ ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പറ്റിയ, അമ്മ എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ എന്താ ചെയ്ത അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട്, അങ്ങോട്ടൊന്ന് മാറി പോകുന്നുണ്ട്, എനിക്ക് കുറച്ച് കുറച്ച് മനസ്സമാധാനം തരുമോ എന്നിങ്ങനെ യശോദ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് രാധിക ചോദിക്കുന്നുണ്ട്. ഈ ലോകത്ത് അമ്മയ്ക്ക് അറിയാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല, അമ്മ എന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ കേൾക്കാമെന്നൊക്കെ പറയുന്നത്, ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്, എന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് നരകിപ്പിക്കുന്നത് ഇങ്ങനെ യശോദ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രാധികയ്ക്ക് ആകെ സങ്കടമായിട്ട് രാധിക ഇങ്ങനെ പൂജാമുറിയിൽ പോയിട്ട് ഭഗവാനെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഒരു ജന്മം, എനിക്ക് ജീവിക്കേ വേണ്ട, പെറ്റ അമ്മയ്ക്ക് വരെ എന്നെ വേണ്ട, ഇപ്പോൾ വളർത്തിയ അമ്മയ്ക്കും എന്നെ വേണ്ടല്ലോ, ആകെ ഒരു തരി സ്നേഹമുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അച്ഛനാ, അതിലിപ്പോൾ എൻ്റെ അമ്മ വരെ എന്നെ വെറുത്തു, ഞാൻ ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രാധിക എന്നെ അങ്ങോട്ട് എടുത്തുവിടും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ഇതാവുന്നുണ്ട്. ആ സമയത്താണ് മുത്തശ്ശി വരുന്നത്. മുത്തശ്ശി എന്നിട്ട് യശോദയോട് പറയുന്നുണ്ട്, യശോദേ എന്താ നിനക്ക് പറ്റിയത്, കുറച്ച് ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നല്ലോ, അവൾ എന്ത് തെറ്റാ ചെയ്തത്, എത്രയും വലിയൊരു തെറ്റ് ചെയ്താലേ നീ അവളിങ്ങനെ ചീത്ത പറയുള്ളൂ, എത്ര ദിവസം ഞാൻ നിന്നെ കാണുന്നതാ, എത്ര നാളെ ഞാൻ നിന്നെ കാണുന്നതാ, ഇതേവരെ ഇങ്ങനൊരു മാറ്റം ഞാൻ നിന്നിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട്, അതൊന്നുമില്ല അമ്മേ, അത് പിന്നെ കുറച്ച് സങ്കടവും ആ ക്ഷീണമൊക്കെ കൂടിയിട്ട് ഒരു ദേഷ്യം, ഞാനത് അവളോട് തീർത്തതാ, നീ ആരോടാന്നുകൊണ്ട് പറഞ്ഞത്, എന്നോടോ, വേണ്ട യശോദ നീ കാര്യം പറ, എന്ത് തെറ്റാണ് അവൾ കാട്ടിയത്, ആ രാധിക എന്ത് തെറ്റാണ് ചെയ്തത്, എന്തായാലും അവൾ വലിയ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാതെ നീ ഒരിക്കലും അവളിങ്ങനെ ശകാരിക്കില്ല, അല്ലെങ്കിൽ തന്നെ നീ അവളെ കൊണ്ട് നടക്കുന്നതാണല്ലോ, ഇപ്പോഴല്ലേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്, പറ അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇങ്ങനെ മുത്തശ്ശി കുത്തി യശോദയോട് ചോദിക്കുമ്പോൾ യശോദ അങ്ങനെ ഒന്നും വേണ്ടാതെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൽ പുതിയൊരു റിവ്യൂ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബൈ.